ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം കുലശേഖരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിലാണ്. ശിവന്റെയും വിഷ്ണുവിൻ്റെയും സംയോജിത രൂപത്തിന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണിത്. ഇത് കുലശേഖരത്തിലെ തമ്പുരാൻ ലൈനിൽ കരമന നദിയുടെ തീരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മരിച്ചുപോയ പൂർവികരെ ആദരിക്കുന്നതിനായി കർക്കിടക മാസത്തിൽ കർക്കിടക വാവ് ബലിയും പിതൃതർപ്പണവും നടത്തുന്നതിന് പേരുകേട്ട ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. വട്ട ശ്രീകോവിലും നാലമ്പലവും ഉൾക്കൊള്ളുന്ന വ്യതിരിക്തമായ വാസ്തുവിദ്യയാൽ തീർത്തിരിക്കുന്ന ക്ഷേത്രമാണിത്. ആത്മീയ ആശ്വാസവും പൂർവികരുടെ ആദരവും ആഗ്രഹിക്കുന്ന ഭക്തരുടെ പുണ്യസ്ഥലമായി ഈ ക്ഷേത്രം നിലകൊള്ളുന്നു. ഗണപതി, ശാസ്താവ്, നാഗരാജ, നാഗയക്ഷി എന്നീ ഉപദേവതകളെയും ഇവിടെ കാണാം. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവം കർക്കിടക വാവുബലി. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് കർക്കിടക വാവുബലിയും പിതൃതർപ്പണവും. കേരളത്തിൽ കർക്കിടക മാസത്തിൽ ആചരിക്കുന്ന ഒരു പുണ്യ ചടങ്ങാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കുലശേഖരം ശങ്കരനാരായണ ക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങളിൽ മരിച്ചുപോയ പൂർവികരുടെ ആത്മാക്കളെ ആദരിക്കുന്നതിനും അവരെ പ്രീതിപ്പെടുത്തുന്നതിനും വേണ്ടി അവരുടെ അനുഗ്രഹത്തിനും മോചനത്തിനും വേണ്ടി ഈ ആചാരങ്ങൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. പിതൃതർപ്പണത്തിൽ പ്രത്യേക പ്രാർത്ഥനയും അന്നദാനവും വെള്ളവും അർപ്പിച്ച് വാവുബലി നടത്തുന്നു. പിതൃതർപ്പണത്തിൽ പരേതാത്മാക്കളുടെ ശാന്തിക്കും മോക്ഷത്തിനും വേണ്ടി പ്രാർത്ഥനയും ഉൾപ്പെടുത്തുന്നു. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഉത്സവം ഈ മഹത്തായ അവസരത്തിൽ പ്രാർത്ഥനകൾ അർപ്പിക്കാനും ആചാരങ്ങൾ അനുഷ്ഠിക്കാനും ശിവന്റെ അനുഗ്രഹം നേടാനും ഭക്തർ ഒത്തുകൂടുന്നു. അഭിഷേകം, രുദ്രാഭിഷേകം, ശിവപൂജ തുടങ്ങിയ പ്രത്യേക ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി നടക്കുന്നു. ഇവിടുത്തെ സമയം രാവിലെ 5:30 മുതൽ 9:30 വരെയും ഈവനിങ് 5:30 മുതൽ 7:30 വരെയുമാണ്. ഇത്രയുമൊക്കെയാണ് ശങ്കരനാരായണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ. താങ്ക് യു.